നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു വർഷം കൂടി നമുക്ക് മുന്നിൽ കൊഴിഞ്ഞു വീഴാറായി. ഒരുപാട് നഷ്ടങ്ങളുടെ കൊഴിഞ്ഞുപോകൽ, മനസ്സിന് നന്മ പകരുന്ന ചില വാർത്തകൾ, എന്നാൽ മനസ്സിനെ കുത്തിനോയിക്കുന്ന ചില വാർത്തകളും നമുക്ക് കാണേണ്ടി വരുന്നു. ഇതൊരു അച്ഛൻ്റെ കഥയാണ്, കണ്ണീരിൻ്റെ കഥയാണ്. 100 സ്കൂൾ മാസ്റ്റർമാർക്ക് പകരം ഒരച്ഛൻ മതിയെന്ന മൊഴി. പലപ്പോഴും നന്ദിയില്ലാത്ത സ്ഥാനമാണ് അച്ഛന് വീട്ടിൽ ലഭിക്കാറ് എന്നും മൊഴി. ലോകത്തെ നാം ആദ്യമായി കാണുന്നത് നമ്മുടെ അച്ഛൻ്റെ കണ്ണുകളിലൂടെ. ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയുന്നതും അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന്. ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് ഓരോ വ്യക്തിയും ആദ്യം ആർജിക്കുന്നത് സ്വന്തം പിതാക്കളിൽ നിന്ന്. സ്നേഹശാസനകളിലൂടെ അവർ നമ്മളിലേക്ക് നന്മകൾ പകരുന്നു. വഴികൾക്ക് മുൻപിൽ ചൂണ്ടുവിരലുകളായി അവർ നിൽക്കും. വഴികൾ നഷ്ടമാകുമ്പോൾ, പരാജയങ്ങൾ വേദനയാകുമ്പോൾ നമുക്ക് പുതിയ കുതിപ്പ് നൽകാൻ അവരുണ്ടാകും. 32 വർഷത്തെ പ്രവാസ ജീവിതം, കോടികളുടെ സമ്പത്ത്. പക്ഷെ സ്വന്തം മകൻ അയാളെ അനാഥാലയത്തിലാക്കി. 59-കാരനായ രമേഷ് മേനോന്റെ ജീവിതകഥ ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞു. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിരുന്ന അദ്ദേഹം ഒടുവിൽ അനാഥാലയത്തിൽ ഒടുങ്ങിയ കഥ. ദുബായ്, ഷാർജ, മസ്കറ്റ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നീണ്ട 32 വർഷം പ്രവാസ ജീവിതം. നല്ല നിലയിൽ ജോലി ചെയ്തു. നോർത്ത് പറവൂർ ചേന്നമംഗലം സ്വദേശി. 59-കാരനായ ഈ രമേഷ് മേനോന്റെ ജീവിതകഥ അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നാം. ഒരു കണ്ണിന് മാത്രം അല്പം കാഴ്ചയുള്ള, പ്രമേഹം കാരണം പാതി തളർന്ന ശരീരവുമായി രമേഷ് മേനോൻ 32 വർഷക്കാലം അദ്ദേഹം ഒരുപാട് സമ്പാദിച്ചു കൂട്ടി. എന്നാൽ ഷാർജയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ പ്രമേഹം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി. ഒടുവിൽ 9 മാസത്തോളം ഒരാശുപത്രിയിൽ ചികിത്സ തേടി. 2016 ഐസിയുലായ അച്ഛനെ കാണാൻ മകൻ കല്യാൺ രമേഷ് എത്തി. അതായിരുന്നു അനാഥാലയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വഴി തുറക്കൽ. തുടർ ചികിത്സയ്ക്ക് തന്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് അച്ഛന്റെ സമ്പാദ്യമത്രയും തന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് മകൻ ശാഠ്യം പിടിച്ചു. ഒടുവിൽ ഷാർജയിലെ ഇന്ത്യൻ എംബസി വഴി സ്വത്തുക്കളുടെ അവകാശം പവർ ഓഫ് അറ്റോർണിയായി മകന്റെ പേരിൽ നൽകി. 2016 സെപ്റ്റംബർ 6 രോഗത്തോട് മല്ലിട്ട് ഒരു ചെറിയ ശമനം വന്നതോടെ കൂട്ടുകാരുടെ സഹായത്തോടെ വളരെ പ്രതീക്ഷയോടെ അദ്ദേഹം നാട്ടിലെത്തി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി. വിമാനത്താവളത്തിൽ രമേഷ് മേനോനെ കാത്ത് മകനുണ്ട്. മകൻ പക്ഷെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ല. കൊടുങ്ങല്ലൂരിലെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഹോട്ടലിലാകുമ്പോൾ നല്ല താമസവും ഭക്ഷണവുമൊക്കെ ഉണ്ടല്ലോ എന്നാണ് മകൻ അച്ഛനോട് പറഞ്ഞത്. അച്ഛന് അസുഖമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഹോട്ടലിൽ നല്ല പരിചരണത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4-5 ദിവസം തുടർച്ചയായി ഹോട്ടലിൽ താമസിക്കുന്നു. ഇതിനിടയിൽ മരുന്ന് മുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നശിച്ചു. ഓർമ്മ വന്നപ്പോൾ അദ്ദേഹമിതാ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ കിടക്കുന്നു. താൻ ഉപേക്ഷിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അപ്പോൾ മാത്രമാണ് അയാൾ തിരിച്ചറിഞ്ഞത്. തനിക്ക് ചുറ്റും ഒരുപാട് പേർ കൂടി നിൽക്കുന്നു. അവർ ചോദിച്ചു, ആരാണ് നിങ്ങൾ? ബോധം തിരികെ കിട്ടിയ രമേഷ് മേനോൻ ചുറ്റും കൂടിയവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഒടുവിൽ ലോഡ്ജുകാർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. സുമുഖനായ ഒരു യുവാവ് രമേഷ് മേനോനെ ക്ഷേത്രത്തിന് സമീപം ഇരുത്തിപ്പോകുന്നത് ചിലർ കണ്ടിരുന്നു. നാട്ടുകാർ സംഘടിച്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയും നൽകി. പിന്നീട് നടന്നത് നിയമപരമായ ചില നീക്കങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട മെയിൻ്റനൻസ് ട്രിബ്യൂണൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം രമേഷ് മേനോന് സംരക്ഷണം നൽകണമെന്ന് കാണിച്ച് മകന് നോട്ടീസ് അയക്കുന്നു. മന്ത്രിമാർ പങ്കെടുത്ത ഇരിങ്ങാലക്കുടയിൽ നടന്ന അദാലത്തിൽ മകനെതിരെ രമേഷ് മേനോൻ ഒരു പരാതി നൽകി. അത് പോലീസിലുമെത്തി. പോലീസ് കേസെടുത്തു. എന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ മകൻ ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡർ വാങ്ങി. ഇതിനെതിരെ രമേഷ് മേനോൻ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. 2024 ഫെബ്രുവരി 29 ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ്. രമേഷ് മേനോൻ നൽകിയ ഹർജിയിൽ സ്റ്റേ പിൻവലിച്ച് ഹൈക്കോടതി ഉത്തരവിറങ്ങി. മകനെ അടിയന്തരമായി ഹാജരാക്കണമെന്ന് ഇരിങ്ങാലക്കുട സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ 2024 ഏപ്രിൽ 6 ഉത്തരവുമുണ്ട്. പട്ടാമ്പി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരം പട്ടാമ്പി പോലീസ് 2024 സെപ്റ്റംബർ 13 കേസെടുത്തു. പക്ഷേ മകനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് കോടതിയിൽ പറയുന്നത്. നിസ്സഹായനായ ഒരച്ഛൻ, തൻ്റെ സമ്പാദ്യവും സ്വത്തുമൊക്കെ എഴുതിക്കൊടുത്ത മകൻ അയാളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. 59 വയസ്സുകാരനാണ്. ഒരുപാട് വിധ അസുഖങ്ങൾ വേട്ടയാടുന്നു. സൗകര്യങ്ങളുടെയും പുരോഗതിയുടെയും ഒക്കെ പാരമ്യത സ്വന്തമാക്കിയ പുതുതലമുറ പലപ്പോഴും മാതാപിതാക്കളെ വലിച്ചെറിയുന്ന കാഴ്ച നമ്മെ വേദനിപ്പിക്കുന്നു. തങ്ങളുടെ ജീവനും മനസ്സുമൊക്കെ സമർപ്പിച്ച് പോറ്റി വളർത്തിയ മക്കൾ പ്രായമായപ്പോൾ ഒരുപക്ഷെ മക്കളുടെ കുടുംബങ്ങളുടെയൊക്കെ സ്വാധീനം കൊണ്ടാകാം മാതാപിതാക്കളെ പിന്നീട് വലിച്ചെറിയുന്നു. ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായി അവനെ ഗർഭം ചുമന്ന് ഒടുവിൽ
2 വർഷത്തിലധികം മുലകുടി നിർത്തുന്നതുവരെ അവനെ ചുവന്നുകൊണ്ട് നടന്ന മാതാവ്, ആ മാതാവിന് താങ്ങായി നിന്ന പിതാവ്, മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളുമൊക്കെ പലപ്പോഴും പുതുതലമുറ മറക്കുന്നു. സ്വർഗപ്രവേശനത്തിന്റെ കാരണക്കാരായ മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ സ്വന്തം സൗകര്യങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന ചിലർ. അതിൻ്റെ നേരിട്ടുള്ള അനുഭവ സാക്ഷ്യമാണ് രമേഷ് മേനോന്റെ കഥ. നമ്മുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ പല ചെയ്തികളും മാതാപിതാക്കളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുമെന്ന് പലരും മറന്നുപോകുന്നു. തികഞ്ഞ സൂക്ഷ്മത നമ്മൾ അനുവർത്തിക്കണം. മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ ദൈവം എളുപ്പത്തിൽ കേൾക്കും. മക്കൾക്ക് വേണ്ടി ദൈവത്തോട് ഇത്രയധികം പ്രാർത്ഥിക്കുന്നവർ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ താക്കോലാണ് എന്നുറക്കെ പറയാം. നിലാവ് പോലെയാണ് പലപ്പോഴും അച്ഛന്റെ സ്നേഹം. എന്തെങ്കിലും ഒരിക്കൽ ഇരുട്ടിലെത്തുമ്പോൾ മാത്രം മറന്നേക്ക് പുറത്തു വരുന്ന സ്നേഹത്തിന്റെ വെളിച്ചം. അച്ഛന്റെ സ്നേഹം ഒരിക്കലും അണപൊട്ടി പുറത്തേക്കൊഴുകാറില്ല. മനസ്സിന്റെ ഉള്ളറകളിൽ എവിടെയൊക്കെയോ തടയിണകൾ കെട്ടി ഒതുക്കി വയ്ക്കും ആ സ്നേഹത്തിന്റെ വലിയ അണക്കെട്ട്. സ്നേഹത്തിന്റെ ആ കരുതൽ കൈകൾ പൊതിയുമ്പോൾ അതിലെ സുരക്ഷിതത്വമാകും അച്ഛന്റെ സ്നേഹത്തിന്റെ അടയാളം. മുൻതലമുറയിലെ അച്ഛന്മാരെ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. ഉത്തരവുകൾ മാത്രം പറയുന്ന കർക്കശക്കാരനായ പിതാവ്. അച്ഛന്റെ സ്നേഹത്തിൽ ഒരധികാരമുണ്ട്, എൻ്റെ മാത്രം എന്ന കരുതൽ. പലപ്പോഴും എൻ്റെ സ്വന്തം എന്ന പദം അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് മക്കളെക്കുറിച്ച്. കാർക്കശ്യത്തിന്റെ കരിമ്പടം പുതച്ച അച്ഛന്മാരുടെ സ്നേഹം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. പണ്ടെന്നോ ആരോ പറഞ്ഞതുപോലെ അമ്മയെന്ന സൂര്യന് മുൻപിൽ ഒരിക്കലും ജ്വലിക്കാത്ത അച്ഛനെന്ന നിലാവ്. അച്ഛന്മാർ കരയുന്നത് മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. പലപ്പോഴും നമ്മളെ ഓർത്ത് വിങ്ങുന്ന അച്ഛനെ അമ്മ കണ്ടിട്ടുണ്ടാകും. മക്കൾ ദൂരെ എങ്ങോട്ടേക്കെങ്കിലും പോകുമ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറയാതിരിക്കുന്നതെങ്ങനെ? അതുപോലെ തന്നെയാണ് സ്വന്തം മക്കളെ വീട്ടിലാക്കി വിദേശത്ത് പ്രവാസ ജോലിക്കായി പുറപ്പെടുന്ന അച്ഛന്മാരുടെ വിങ്ങുന്ന മനസ്സും. 32 വർഷമാണ് ആ അച്ഛൻ വിദേശങ്ങളിൽ സ്വന്തം മക്കളെ പോറ്റി വളർത്താനായി തൻ്റെ ജീവിതകാലം അത്രയും വിനിയോഗിച്ചത്. അനാഥാലയത്തിൽ കഴിയുമ്പോഴും രമേഷ് മേനോൻ ഒരുപക്ഷെ തൻ്റെ മകനെ ശപിക്കില്ല. പകരം നിയമപരമായ വഴികൾ തേടും. അതിലപ്പുറം രമേഷ് മേനോന്റെ വിങ്ങുന്ന മനസ്സ്, അനാഥാലയത്തിനുള്ളിൽ തളച്ചിട്ട ആ കോടികളുടെ ഉടമ. എല്ലാം നഷ്ടപ്പെട്ടതിലായിരിക്കില്ല രമേഷ് മേനോൻ ഇന്ന് വിങ്ങുന്നത്. ആ ചതിവ്, സ്നേഹത്തിൻ്റെ നിരാസമോർത്ത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.